വളരെ ഈ കുടുംബത്തിന്റെ വേദന നിങ്ങൾ കാണാതെ പോകരുത്. നിങ്ങൾ കഴിയുന്ന ചെറിയ സഹായം അതുപോലെ നിങ്ങൾ അറിയുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ നെഞ്ചോടെ ചേർത്ത് പിടിച്ച് തന്റെ പൊന്നുമോളെ ജീവൻ രക്ഷിക്കാൻ നമ്മുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുന്ന ഈ പൊന്നുമ്മയുടെ കണ്ണീര് കാണാതെ പോകരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, എന്റെ ചാരിറ്റി പ്രവർത്തനത്തില് ഇതുപോലെ ഒരു സങ്കടം ഞാൻ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു നാട്ടിലെ യുവാക്കളും ഈ ഉമ്മയുടെയും ഈ പൊന്നുമോളുടെ അവസ്ഥ കണ്ടോ? നമുക്കെല്ലാം പടച്ച റബ്ബ് ശ്വസിക്കാനുള്ള വായു അല്ലാഹു തആല തന്നിട്ടുണ്ട്, അല്ലെ? നമ്മളെല്ലാവരും ഈ നിൽക്കുന്ന ചെറുപ്പക്കാരടക്കം അള്ളാഹുവിന്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നല്ലോണം നമ്മൾ ശ്വസിക്കുന്നുണ്ട്, ഓക്സിജൻ എടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കേവലം 13 വയസ്സ് മാത്രം പ്രായമുള്ള കുബ്ര എന്ന് പറയുന്ന കർണാടകയിലെ അർസിക്കര എന്ന് പറയുന്ന പ്രദേശത്തുള്ള കേവലം 13 വയസ്സുകാരിയായ ഈ പൊന്നുമോളെ കണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്വസിക്കാൻ പോലും, ഓക്സിജൻ എടുക്കാൻ, വായു എടുക്കാൻ പോലും ആ പൊന്നുമോളിന് സാധിക്കുന്നില്ല. ആ ഉമ്മയുടെയും ആ പൊന്നുമോളെയും പൊട്ടിക്കരയുന്ന ഒരു നാട്ടുകാരെ സാക്ഷ്യപ്പെടുത്തിയിട്ടാ. ഇത്രയും ചാരിറ്റി വീഡിയോ കാണുമ്പോ പലരും പറയാറുണ്ട്, കരയിപ്പിക്കലാണ്, സങ്കടപ്പെടുത്തലാണ്, അഭിനയിപ്പിക്കലാണെന്നൊക്കെ. അല്ല പ്രിയപ്പെട്ടവരെ, ഈ മഹല്ലുകാർ, ഇവിടത്തെ യുവാക്കള്, ഈ നാട്ടുകാർ, ഇവിടെയുള്ള എല്ലാവരും ഇവിടെയുണ്ട്. ഇതിനപ്പുറം പുറത്ത് ഒരു നാട് മുഴുവനും നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, 35 ലക്ഷം രൂപ എന്ന ഭീമമായ സംഖ്യ ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കണ്ടെത്തിയില്ലെങ്കിൽ, എത്രയും പെട്ടെന്ന് എമർജൻസിയായി ആ പണം കണ്ടെത്തിയില്ലെങ്കിൽ ഈ പൊന്നുമോളെ ജീവൻ അപകടത്തിലാ. എത്രയും പെട്ടെന്ന് ഈ പൊന്നുമോളുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, ലിവർ മാറ്റിവെക്കണം. ഉപ്പയാണ് ലിവർ നൽകുന്നത്. വല്ലാത്തൊരു ദയനീയ കാഴ്ചയാണ്, വല്ലാത്തൊരു വേദനയാണ്. പ്രിയപ്പെട്ടവരെ, ചികിത്സിക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ മാത്രം ഓരോ ദിവസവും ബാംഗ്ലൂരിലെ ആസ്ട്രമിംസിൽ ഈ പൊന്നുമോളെ അഡ്മിറ്റ് ചെയ്തപ്പോ ഓരോ ദിവസവും 90,000 രൂപ ബില്ലടക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നഷ്ടപ്പെട്ട്, അങ്ങനെ തന്നെ പറയാൻ. പ്രിയപ്പെട്ടവരെ, ഈ പാവപ്പെട്ട ടൈലർ ജോലി ചെയ്യുന്ന ഈ പ്രിയപ്പെട്ടവന് തന്റെ പൊന്നുമോളെ ചികിത്സിക്കാൻ സാധിക്കാതെ, ഹോസ്പിറ്റലിൽ ബില്ലടക്കാൻ പണമില്ലാതെ തന്റെ മകളെയും കൂട്ടി ഈ വീട്ടിലേക്ക് വന്നു. ഓക്സിജന്റെ മെഷീന്റെ സഹായത്തോടെ ഒരു പക്ഷെ ടെക്നിക്കൽ എറർ ഈ കാണുന്ന കരണ്ടുകൾക്ക് സംഭവിച്ചു പോയാൽ ഒരു ഇൻവെർട്ടർ പോലും ഈ വീട്ടിലില്ല. അടുത്ത വീട്ടിൽ നിന്നാണ് അതിന്റെ കലക്ഷൻ എടുക്കുന്നത്. ഒരേ ഒരു നിമിഷം